ബ്രദറിന് ജോലി തിരക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വീടിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഒരു ബോറടിയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട് തന്നെയാണ് ഞാനും ബ്രദറിൻ്റെ വൈഫും. ഞങ്ങൾക്കിടയ്ക്ക് ഒരു ഡ്രൈവ് പോകണം. അങ്ങനെ ഞങ്ങൾ ബോറടിച്ചിരുന്നപ്പോൾ 3 പേരും കൂടെ പ്ലാൻ ചെയ്തൊരു യാത്രയാണ് കേട്ടോ ഇത്. ദൂരെ എങ്ങോട്ടുമല്ല, ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഈ യാത്രയിൽ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പും കൂടെ പ്ലാൻ ചെയ്തു. അതിന്നല്ല, ഇന്ന് ജ്യേഷ്ഠത്തിയുടെ അവിടെ നിന്ന് നാളെ നമുക്ക് ട്രിപ്പ് പോകാമെന്ന്. ദൂരെ എവിടെയല്ല, തൊട്ടടുത്ത് തന്നെ എറാ പാർക്കുണ്ട്. അവിടെ മക്കളെയും കൂട്ടിയിട്ട് പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 3 പേരും ഈ കാര്യത്തിൽ ഒരേ വൈബുള്ളവരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ യാത്ര പതിവാണ്. പോയിട്ട് വെറുതെ ഒരു ചായ കുടിച്ചിട്ടെങ്കിലും തിരിച്ചു വരും. മക്കളായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതൊരു രസമാണ്. ഒരുപാട് സംസാരിക്കാനും എല്ലാം പറ്റും. പോകുന്ന വഴിക്ക് ഇതുപോലെ പായസത്തിൻ്റെ ഒരു കട കണ്ടപ്പോൾ ഞങ്ങളവിടെ നിർത്തിയിട്ട് പായസം വാങ്ങിച്ചു. പായസം കുടിക്കാൻ വലിയൊരു താല്പര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ തണുത്ത ഇളനീർ പായസം എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. നന്നായിട്ട് പച്ചവെള്ളം ചുവക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മക്കളൊക്കെ പായസം കുടിച്ചു. അത് കഴിഞ്ഞ് ജ്യേഷ്ഠത്തിയുടെ വീട്ടിലെത്തി എല്ലാവരും കൂടെ കൂടി രാത്രി ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ചു. ഇത് പിറ്റേ ദിവസത്തെ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. ജ്യേഷ്ഠത്തിയുടെ മോന് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ബുള്ളറ്റിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശാന്തപുരം കോളേജ് എന്ന് പറയും കേട്ടോ, പട്ടിക്കാട്. അവിടെയാണ്, പട്ടിക്കാട്ടിലേക്കാണ് ജ്യേഷ്ഠത്തിയുടെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ പണ്ട് കാലത്തൊക്കെ നമ്മൾ കണ്ടിരുന്ന ചെറിയ ചെറിയ ഇടുങ്ങിയ റോഡുകളും വഴികളും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ കോട മൂടിയത് കാണാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷെ ഇറങ്ങാൻ കുറച്ച് ലേറ്റായതുകൊണ്ട് കോടയൊന്നും കണ്ടില്ല. ഇതുപോലെ പാടവും കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം വീഡിയോ ഒക്കെ എടുത്ത് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിതുപോലെ മലയൊക്കെ കയറാൻ പോയി കേട്ടോ. രാവിലെ തന്നെ പൂക്കളും ചെടികളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഭംഗിയല്ലേ. കുറച്ച് സമയം അത് കണ്ടു നിന്നപ്പം ഒരു ചായ കുടിക്കാമെന്നൊക്കെ ഓർത്ത് ഞങ്ങൾ പോയതായിരുന്നു. പക്ഷേ അവിടെ ഒന്നും ആ ഒരു ടൈമിൽ ചായ കുടിക്കാൻ, ഒരു വൈബിനൊത്ത് ചായ കുടിക്കാൻ പറ്റിയ സ്ഥലം അവന് കാണാത്തതുകൊണ്ട് ഞങ്ങളെവിടെയും കയറിയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മലേൻ്റെ മുകളിൽ പോവാം, അവിടെ ഒരു പന്നി ഫാമുണ്ട്, പിന്നെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി അവിടെയുള്ള ഒരു പ്ലേ ഗ്രൗണ്ടിലെത്തി. ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതാണത്രേ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങി. സാധാരണ ഞാൻ എൻ്റെ വീട് വിട്ട് എവിടെയും പോയി അങ്ങനെ നിൽക്കാറൊന്നുമില്ല കേട്ടോ. പേഴ്സണലി എനിക്കത് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാറി താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വീടിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു മടുപ്പ് തോന്നുമല്ലോ. ഇപ്പോൾ കണ്ട പക്ഷിനെ ആർക്കെങ്കിലും അറിയോ? അതാണ് ചമ്മരക്കോഴി. ഇതുപോലെ കുന്നും മലയൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെയൊക്കെ വരുന്ന ഒരു കോഴിയാണ് കേട്ടോ. പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. തിരിച്ചു മടങ്ങുന്ന സമയത്ത് മോള് പറഞ്ഞു ഇതുപോലെ കോണുള്ളൊരു ദോശ കഴിക്കണം, ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ നല്ല അടിപൊളി ദോശയും ചട്നിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇനി നമ്മൾ എങ്ങോട്ടാണ് ട്രിപ്പ് പോകുന്നതെന്നല്ലേ, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു.